കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇന്നലെ നമ്മുടെ പഠനം അവസാനിപ്പിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ എന്തിനു വേണ്ടി ഞരങ്ങുന്നു, അതിന്റെ ഫലം എന്താണ് എന്നുള്ളതിലേക്കാണ് എത്തിയത്. നമ്മൾ 3 തരം ഞരക്കങ്ങളെക്കുറിച്ച്, നമ്മുടെ തേജസ്സിന് വേണ്ടിയുള്ള 3 ഞരക്കങ്ങളെക്കുറിച്ചാണ് ഇന്നലെ കണ്ടത്. പ്രകൃതിയുടെ ഞരക്കം, നമ്മുടെ ഞരക്കം, ആത്മാവിന്റെ ഞരക്കം. സൃഷ്ടി മുഴുവൻ ഞരങ്ങുന്നത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടിയാണ് സൃഷ്ടി മുഴുവൻ ഞരങ്ങുന്നത്. അപ്പൊ 29-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ്: എല്ലാം നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എന്ത് നന്മയ്ക്കായിട്ടാണ്? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻനിയമനമാണ് നമുക്കുള്ളത്. ആ മുൻനിയമനം നമുക്ക് ലഭിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ ഈ ലോക ജീവിത കാലത്ത് കടന്നു പോകുന്നത്. നമുക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്. നമുക്കൊരു ജോലി തന്നു കഴിഞ്ഞാൽ, ഒരു ജോലി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ജോലിയുടെ പുറകിൽ ഒരു ട്രെയിനിങ് ഉണ്ട്. ഏത് ജോലി നമുക്ക് പരിശീലിക്കാനൊരു സമയം ആവശ്യമാണ്. അതുപോലെ നമുക്കൊരു മുൻനിയമനം ദൈവം, ഒരു അപ്പോയിൻമെന്റ് ദൈവം തന്നിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിനെ പോലെ ആവ് എന്നുള്ള അപ്പോയിൻമെന്റ് ആണ്. അപ്പൊ അതിന് വളരെ കർശനമായ ട്രെയിനിങ് ആവശ്യമാണ്. ഈ കർശനമായ ട്രെയിനിങ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ആ ട്രെയിനിങ്ങിന്റെ ഇടയിൽ നമുക്ക് ലഭിക്കുന്ന കഷ്ടതകളും നന്മകളും അനുഭവങ്ങളും എല്ലാം നമ്മളെ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപരാക്കുന്ന, അതാണ് ഇതിന്റെ നന്മ. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് അധ്വാനിച്ച്, ആ അധ്വാനത്തിനകത്ത് കഷ്ടതയുണ്ട്, രാത്രി ഉറക്കം വിളയ്ക്കുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം നന്മയ്ക്കായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലോക ജീവിതത്തിൽ അനുഭവിക്കുന്ന പല കഷ്ടങ്ങളും പരീക്ഷകളും നമ്മൾ ജയിക്കുന്നത്, നമ്മൾ ജയിച്ചാലും തോറ്റാലും ഈ പരീക്ഷകൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ആത്യന്തികമായി നമ്മുടെ ആ മുൻനിർണയപ്രകാരമുള്ള മുൻ അപ്പോയിൻമെന്റ് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നല്ലതായിട്ടാണ് ഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ആരെയാണ് വിളിക്കുന്നത്? അവൻ വിളിക്കുന്നത് അവൻ നിശ്ചയിച്ചവരെയാണ്. മുൻനിർണയപ്രകാരമാണ് അവന്റെ വിളി. ഈ മുൻനിർണയപ്രകാരം വിളിക്കുന്നു എന്ന് പറയുന്ന പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മുൻനിർണയപ്രകാരം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരെയും വിളിക്കുന്നില്ലല്ലോ എന്ന് പലർക്കും വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ മുന്നറിവ് അവന് മുന്നമേ അറിയാം. ആ മുന്നറിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ നമ്മെ മുൻനിർണയിച്ചിരിക്കുന്നു. മുൻനിർണയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവൻ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കർത്താവ് ആരെങ്കിലും ഈ ലോകത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുൻനിർണയത്തോടുകൂടി മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ദൈവം ഒരാളെ വിളിച്ചാൽ അവനെ തേജസ്കരിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു മുൻനിർണയത്തോടു കൂടി മാത്രമേ ദൈവം ആരെയെങ്കിലും വിളിക്കുന്നുള്ളൂ, ആ മുൻനിർണയത്തോടെ മാത്രം. ഇപ്പോ കുറച്ച് നാൾ വിശ്വാസിയായിട്ട് സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ദൈവം ആരെയും വിളിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് നാൾ സന്തോഷിച്ചിട്ട് കുറച്ച് നാൾ ഇവിടെയുള്ള ലോകത്തിലെ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചും കഴിച്ചും സുഖിച്ചും രസിച്ചും എൻജോയ് ചെയ്ത് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ദൈവം ആരെയും വിളിക്കുന്നില്ല. ദൈവം വിളിക്കുന്ന എല്ലാവരെയും അവൻ ഒരൊറ്റ അപ്പോയിൻമെന്റോടുകൂടിയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, മുൻ നിയമിച്ചവരെ വിളിച്ചു. എങ്ങോട്ട് മുൻ നിയമിച്ചവരെ? തേജസ്സിലേക്ക് മുൻ നിയമിച്ചവരെ വിളിച്ചു. അപ്പൊ ആരെ മാത്രമേ ദൈവം വിളിച്ചിട്ടുള്ളൂ? പാസ്റ്റർമാർ പലരെയും വിളിച്ച് സഭയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ടാവും. പക്ഷെ ദൈവം ഈ മുൻ നിയമിച്ചവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആരെയാണോ പുത്രന്റെ തേജസ്സോടെ പിതാവ് മുൻ നിയമിച്ചിരിക്കുന്നത് അവരെ മാത്രമേ ദൈവം വിളിച്ചിട്ടുള്ളൂ. വേറൊരു ഭാഷയെ പറഞ്ഞാൽ, ദൈവം ആരെയെല്ലാം വിളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഒരൊറ്റ മുൻനിയമനമേ ഉള്ളൂ.
ആരെ പോലെ ആകണം? യേശു ക്രിസ്തുവിനെ പോലെ ആകണം. ദർ ഇസ് നോ അതർ കൺസേൺ, ദർ ഇസ് നോ അതർ പർപ്പസ്. അതുകൊണ്ട് നമ്മെ എല്ലാവരെയും ഏക പ്രത്യാശയോടെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും, നമ്മുടെ എല്ലാം വിളിയിൽ ആ ഒരൊറ്റ ആശ പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതും ക്രിസ്തുവിന്റെ തേജസ്സിനെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ വേറൊരു തരത്തിലുള്ള വിളിയും നമ്മുടെ ഇടയിൽ ഇല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ വിളി എല്ലാവരുടെ ഒന്ന് തന്നെയാണ്. എല്ലാവരെയും വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ തേജസ്സിന്റെ പങ്കാളികളാകാൻ വേണ്ടി മാത്രമാണ്. അതിൽ പാസ്റ്റർമാർക്ക് പ്രത്യേക വിളിയില്ല, അതൊരു കൃപാവരമാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കോമൺ വിളിയാണ് യേശു ക്രിസ്തുവിന് അനുരൂപരായി മാറുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ലൈഫ്, കർത്താവിന്റെ തേജസ്സിന് വേണ്ടിയുള്ള ലൈഫൊക്കെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അത് തികച്ചും തെറ്റാണെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. തേജസ്സിലേക്ക്, പുത്രന്റെ തേജസ്സിലേക്ക് മുൻനിയമിച്ചവരെ മാത്രമാണ് ദൈവം വിളിക്കുന്നത്. അതല്ലാത്തവരെല്ലാം പാസ്റ്റർമാരുടെ വിളി കേട്ടിട്ടുണ്ടാവും, സഭയുടെ വിളി കേട്ടിട്ടുണ്ടാവും, പക്ഷെ അവർ ദൈവത്തിന്റെ വിളി കേട്ടിട്ടുണ്ടാവില്ല. ദൈവത്തിന്റെ വിളി എപ്പോഴും അവന്റെ പുത്രനെ സംബന്ധിക്കുന്നതാണ്. ഓക്കെ, മുൻനിയമിച്ചവരെ വിളിച്ചും. അപ്പം എന്ത് അപ്പോയിന്റ്മെന്റ് ഉള്ളവരാണ് കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ടുള്ളത്? ഒരൊറ്റ അപ്പോയിന്റ്മെന്റ് മാത്രമേ ഉള്ളൂ, അവനെ പോലെ ആവുക. ആ അപ്പോയിന്റ്മെന്റ് ഉള്ളവരെ എല്ലാം കർത്താവ് വിളിച്ചിട്ടുണ്ട്, അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒന്നാമത്തെ നിശ്ചയം എന്ന് പറയുന്നത്, ഞാൻ പണ്ടും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കുറെ ആൾക്കാരെ രക്ഷിച്ചു നോക്കാമോ, രക്ഷപ്പെടുമോ എന്നല്ല. ആദം ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, തേജസ്സിൽ അവന് കുറെ മക്കളെ വേണം. അതെന്തിനാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവന്റെ ഏകജാതനായ പുത്രനോട് അനുരൂപപ്പെടുന്ന കുറെ ആളുകളെ കർത്താവിന് നിത്യതയിൽ വേണമെന്നുള്ള ഡിസിഷനാണ് ഫസ്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് എഫേസ്യർ 1:4 2 തിമോഥെയോസ് 1:9 അനേകം വചനങ്ങളിലും ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. സോ ഗോഡ്സ് പ്രൈമറി പർപ്പസ് വാസ് അവർ ഗ്ലോറിഫിക്കേഷൻ. അപ്പൊ ഈ ടൈമിന്റെ കാര്യം എല്ലാം നമ്മൾ മറന്നേക്കൂ. നമ്മൾ സമയത്തിനകത്താണ് ജീവിക്കുന്നത്, ഇതെല്ലാം മറന്നേക്കൂ. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കൂ, ദൈവം നിത്യതയിൽ ആഗ്രഹിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വഭാവമുള്ള കുറെ തേജസ്കരിക്കപ്പെട്ട ആളുകളെയാണ്. അതിനു വേണ്ടിയാണ് ഈ പദ്ധതികളെല്ലാം നടക്കുന്നത്. അതിനു വേണ്ടിയാണ് ഭൂമി ഉണ്ടായത്, അതിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ദൈവത്തിന് ആ തേജസ്സുള്ള, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള, കഷ്ടതയിൽ സ്ഥിരത കാണിക്കുന്ന, ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന യേശുവിന്റെ, ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ ഡെപ്തുകൾ തിരിച്ചറിയുന്ന, തേജസ്സുള്ള, ക്രിസ്തുവിന്റെ സ്വരൂപമുള്ള ആളുകളെ ദൈവത്തിന് നിത്യതയിൽ വേണമായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിനകത്താണ് നമ്മളുള്ളത്. അപ്പൊ ഈ കഷ്ടങ്ങൾ അതിൻ്റെ ഒരു പാക്കേജിന്റെ ഭാഗമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ദൂതനെ പിടിച്ച് യേശുവിനെ പോലെ ആക്കാൻ പറ്റില്ല. അതായത് ദൈവത്തിന് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലുള്ള ആൾക്കാർ വേണമെങ്കിൽ കഷ്ടതയിലൂടെ പോകുന്ന ആൾക്കാർ വേണം, പാപത്തോട് പോരാടുന്നവർ വേണം, സ്നേഹത്തിന്റെ ആഴങ്ങളെ അറിയുന്നവർ വേണം, യേശു ഉള്ളിലുള്ളവർ വേണം. അവിടെയാണ് ഈ ദൈവത്തിന്റെ പദ്ധതിയുടെ മനോഹരത്വം നമ്മൾ കാണുന്നത്. ദ ഫസ്റ്റ് തിങ് വാസ് വി വെർ പ്രീഡെസ്റ്റൈൻഡ്. നമ്മുടെ ഡെസ്റ്റിനി മുന്നമേ നിർണ്ണയിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനാണ് പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെസ്റ്റിനി ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു, ഇവനെ ഞാൻ തേജസ്സിൽ പുത്രനെ പോലെ ആക്കിയെടുക്കും. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുന്നത് ആ ഒരു എൻഡിലേക്കാണ്. ലോകത്തിൽ എന്ത് നമ്മൾ കണ്ടാലും അത് അവന്റെ മക്കളുടെ തേജസ്കരണത്തിന് വേണ്ടിയാണ്, അങ്ങോട്ട് എത്തിക്കുന്നതാണ്. അവന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ദൈവം ഇങ്ങനൊരു വലിയ പദ്ധതി നമുക്ക് വേണ്ടി ഇട്ടിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ വിളിക്കപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ദൈവം നൽകുന്ന ഞരക്കം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ആ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ദൈവത്തിന് ഒരിടത്തും തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയോ മാറി ചിന്തിക്കേണ്ടതായിട്ട് വരികയോ ചെയ്തിട്ടില്ല. അയ്യോ ഇങ്ങനെ വേണ്ടായിരുന്നു, ഷോ ഇവൻ തെറ്റിപ്പോയില്ല, എന്നാൽ അടുത്തവനെ പിടിക്കാം എന്ന് ദൈവത്തിന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഗോഡ് ഈസ് ഗോഡ് ആൻഡ് ഹി പ്ലാൻസ് പെർഫെക്റ്റ്ലി ആൻഡ് ഹി ഹാസ് ഓൾവേസ് പ്ലാൻഡ് പെർഫെക്റ്റ്ലി. 31 വാക്യം. ഇത്രയും വലിയ പദ്ധതിയാണ് ദൈവം ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മളെക്കുറിച്ച്, ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ഏത് സംബന്ധിച്ച? ഈ ദൈവത്തിന്റെ ഭയങ്കരമായ പദ്ധതിയെക്കുറിച്ച്. ആ പദ്ധതി പ്രകാരം അവൻ നമ്മളെ വിളിക്കുന്നതിനെ കുറിച്ച്, വിളിച്ചവരെ നീതീകരിക്കുന്നതിനെ കുറിച്ച്, നീതീകരിക്കുന്നവരെ തേജസ്കരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്തു പറയുന്നു? അല്ലാതെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരും നമ്മൾ സാധാരണ ചോദിക്കുന്ന, ജോലിക്ക് പോകുമ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോഴും ഒക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചു വിടുന്ന വാക്യമാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? അവിടെ ഇമിഗ്രേഷൻ ഇരിക്കുന്നവനോ? നോ, നിങ്ങൾ അതിലെ കടന്ന് പാട്ടും പാടി കടന്നു പോകും എന്ന് പറയുന്നത് ഇതിന്റെ ദുർവ്യാഖ്യാനമാണ്. ഇവിടെ പറയുന്ന ദൈവം നമുക്ക് എന്തിനനുകൂലമാണ്? ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നത് നമ്മെ അവന്റെ പുത്രനെ പോലെ ആക്കാനുള്ള ദൈവിക പദ്ധതിയിൽ നമ്മളെ പങ്കുകാരാക്കി എന്നുള്ളതാണ്. അവൻ അങ്ങനെ ആക്കി തീർക്കുമെന്നുള്ളതാണ് ദൈവിക പദ്ധതി. അങ്ങനെ ദൈവം ഒരു തീരുമാനമെടുത്താൽ പിന്നെ ആർക്കാണ് ഈ തീരുമാനത്തിനെതിരെ നിൽക്കാൻ പറ്റുന്നത്? അപ്പോ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ സെക്യൂരിറ്റി ഓഫ് ഗോഡ്സ് വർക്ക്സ്. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ സെക്യൂരിറ്റി, ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ഉറപ്പ്. ദൈവം അങ്ങനെ തീരുമാനിച്ചാൽ അതിന് എതിര് നിൽക്കാൻ ആർക്കാണ് സാധിക്കുക? അവിടെ എഴുതിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ഏത് സംബന്ധിച്ച? ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലോകപരമായ ആശ്വാസത്തിന് വേണ്ടി വായിക്കുന്ന 2 വാക്യങ്ങളാണ്, 2-3 വാക്യങ്ങൾ ഇവിടെയുണ്ട്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുള്ള വാക്യം നമ്മൾ ലോകത്തിലെ സുഖം വെച്ച് വായിക്കുന്നതാണ് പലപ്പോഴും. അതുപോലെ തന്നെയാണ് 31 വാക്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണെന്നുള്ള വാക്യം. ഇനി അടുത്ത വാക്യം അങ്ങനെ തന്നെയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഈ വാക്യം നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുന്ന വാക്യമാണ്. സ്വന്തം പുത്രനെ ദൈവത്തിന് തരാമെങ്കിൽ ദൈവത്തിന് പൈസ തരാനാണോ പാട് എന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലല്ല ഇവിടെ അത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് പൈസ തരാനാണോ പാടെന്ന് ചോദിച്ചാൽ ഒരു പാടുമില്ല, ദൈവത്തിന് എന്ത് വേണമെങ്കിലും തരാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ വാക്യത്തിന്റെ അർത്ഥം അതല്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും. അവനോട് കൂടെ എന്നുള്ള വിട്ടുപോകാൻ പാടില്ല. അവനോട് കൂടെ സകലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രക്ഷയുടെ പൂർണ്ണത, കർത്താവിന്റെ തേജസ്സാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കർത്താവിന്റെ തേജസ് നമുക്ക് ലഭിക്കാതിരിക്കുമോ എന്നാണ്. അതായത് ക്രിസ്തുവിന്റെ കൂടെയുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇല്ലാതെ ആകുമോ? ഓക്കെ, അപ്പൊ അതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് തരുമെന്നുള്ളതാണ്. അതായത് അവൻ നിയമിച്ചവരെ അവൻ വിളിച്ചാൽ അവൻ നീതീകരിക്കുകയും ചെയ്യും, അവൻ തേജസ്കരിക്കുകയും ചെയ്യും. ഇതിനെതിരെ നിൽക്കാൻ ആർക്കും കഴിയില്ല. കാരണം പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ നീതീകരിച്ചു എന്ന് പറഞ്ഞ കർത്താവോടെ വിടുവോ? വിടില്ല. അതിന്റെ കൂടെ നമ്മളെ തേജസ്സിലേക്ക് എത്തിക്കാൻ വേണ്ട സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരാതിരിക്കുവോ? തീർച്ചയായിട്ടും തരും. അവന്റെ പുത്രൻ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം അവൻ നമുക്ക് തരും. ഇതേ സെൻസ് ഉള്ള ഒരു വാക്യം റോമാലേഖനം 5-ാം അധ്യായത്തിലുണ്ട്. അവിടെ പറയുന്ന ശത്രുക്കളായിരിക്കെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ നാം ദൈവവുമായി നിരപ്പ് പ്രാപിച്ച ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പൊ പുത്രനെ നമുക്ക് തന്നുവെങ്കിൽ, പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്നു, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നുവെങ്കിൽ, നമ്മളിപ്പോൾ മക്കളായിരിക്കുമ്പോൾ ആ പുത്രനിലൂടെയുള്ള അനുഗ്രഹം എത്ര അധികം നമുക്ക് ദൈവം നൽകും എന്നാണ് ഈ വാക്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ ഇതും അഗെയിൻ സെക്യൂരിറ്റി ഓഫ് ഗോഡ്സ് പർപ്പസസ്. ദൈവം നമ്മെ ആ തെരഞ്ഞെടുത്തതിന്റെ കാരണത്തെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവത്തിന്റെ മുൻ നിയമനത്തെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന ഒരു വാക്യമാണ്, ഈ ഒരു അഷുറൻസ് ആണ് നമുക്ക് ഇവിടെ തരുന്നത്. ദൈവം നമ്മെ മുന്നമേ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത്
അതിന് വാല്യൂ ഉണ്ട്. ദൈവം ഒരു അപ്പോയിൻമെന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടോ? വാല്യൂ ഉണ്ട്. അതിനെയാണ് നിശ്ചയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു IAS എക്സാം ഒരാൾ പാസ്സായി കഴിഞ്ഞാൽ അവന് ജോലി അഷ്വേർഡ് ആണ്, അത് ഓൾറെഡി അപ്പോയിന്റഡ് ആണ്. ഒക്കെ അതിന് വാല്യൂ ഉണ്ട്, മാറിപ്പോകുന്നില്ല. അത് ഒരു IAS വളരെ പെട്ടെന്ന് അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിന് എന്തുമാത്രം നിശ്ചയമുണ്ട്. അവൻ പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞാൻ നിനക്കൊക്കെ വേണ്ടി നീ ശത്രുവായിരുന്നപ്പോൾ തന്നു എങ്കിൽ ഇപ്പൊ മക്കളായി കഴിയുമ്പോൾ ആ പുത്രന്റെ കൂടെയുള്ള സകലതും ഞാൻ നിനക്ക് തരാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ വി വിൽ നെവർ ബി ഷോർട്ട് ഓഫ് എനി ഹെവൻലി ബ്ലെസ്സിങ്സ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളിൽ ഒന്നുപോലും നമുക്ക് ഒരിക്കലും കുറവുള്ളവരായി കാണപ്പെടുകയില്ല എന്നുള്ളതിന്റെ വാഗ്ദത്തമാണ് ക്രിസ്തുവിന്റെ കൂടെയുള്ള സകല സമ്പത്തിനും നമ്മൾ അവകാശികളാണ് എന്നുള്ള പ്രയോഗം. അപ്പൊ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നാൽ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അത് നമ്മുടെ തേജസ്കരണത്തെ കുറിച്ച് തന്നെയാണ് ആ കാര്യങ്ങൾ ചോദിക്കുന്നത്, പറയുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ തേജസ്കരണത്തെ കുറിച്ചാണ് എന്നുള്ളത്? അടുത്ത വാക്യം ഇങ്ങനെയാണ്: ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? അയ്യോ, അത് നമ്മൾ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്തവർ ഏറ്റവും കൂടുതൽ കുറ്റം ചുമത്തുന്ന ആരാ? പണ്ടൊക്കെ സാത്താനെ കുറിച്ച് പറയായിരുന്നു, അവൻ അപവാദിയാണ്. നമ്മൾ ഒട്ടും മോശമല്ല. നമ്മൾ മറ്റുള്ളവരുടെ മൈനർ കുറ്റങ്ങൾ അരിച്ചെടുക്കുകയും നമ്മൾ കുറച്ച് പാവങ്ങളൊക്കെ ഉള്ളവരാണ് ബ്രദറെ, അത് പിന്നെ നമ്മൾ ഇത്രയൊക്കെ ദൈവം ക്ഷമിച്ചു എന്ന് വിചാരിക്കുകയും മറ്റുള്ളവരെ വല്ലാതെ അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. കർത്താവ് പറയാണ്, ദൈവം ഒരുത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ നല്ല ഷേപ്പിലൊന്നും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അവനെ ദൈവം നന്നാക്കും എന്നുള്ള പ്രോമിസറിയാണ് എടുക്കുന്നത്. നമ്മൾ അവനെ കുറ്റം പറഞ്ഞ് വിധിച്ച് എന്താ പറയുന്നത്, അവനെ കുറ്റം വിധിക്കാൻ നമ്മൾ ആരുമല്ല. ഇനി കുറ്റം പറയുന്നതും വിവേചിക്കുന്ന രണ്ടാണ്. നമ്മൾ ഒരാളുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരെ പ്രബോധിപ്പിക്കുകയും കറക്റ്റ് ചെയ്യാൻ വേണം. വിധിക്കുക എന്ന് പറയുമ്പം, കുറ്റം ചുമത്തുക എന്ന് പറയുമ്പം അത് വ്യത്യാസമാണ്. കാരണം നമ്മുടെ അകൃത്യങ്ങളെല്ലാം ആരുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്? ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, എത്ര പാപമാണെങ്കിലും നമ്മുടെ പാപങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മേലാണ് ചുമത്തപ്പെട്ടത്. അവനാണ് നമ്മളെ ഫ്രീ ആക്കി വിട്ടത്, അവനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമ്മുടെ മേൽ ഒരു കുറ്റവും ചുമത്തപ്പെടുന്നില്ല. നമ്മൾ ക്ഷമിക്കപ്പെട്ടവരാണ്. കുറ്റം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തിരുത്തപ്പെടേണ്ടവരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താനും സ്നേഹത്തോടെ തിരുത്തപ്പെടാൻ അവകാശമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും, ഒരു മനുഷ്യനും മറ്റൊരാളെ കുറ്റം ചുമത്തണ്ട. ദാറ്റ് മീൻസ് ചാർജ് ചെയ്യണ്ട. പഠിപ്പിച്ചാൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി, ക്ഷമയോടെ കാത്തിരുന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? അപ്പൊ ദൈവം ഒരുത്തനെ അവന്റെ വിശ്വാസം അനുസരിച്ച് അവനെ നീതീകരിക്കാൻ ശ്രമിച്ചാൽ അതിന് കുറ്റം വിധിച്ചുകൊണ്ട് പുറകെ നടക്കുന്ന നിങ്ങൾ ആരാണ്? അപ്പൊ നമുക്ക് ഒത്തിരി ഇംപെർഫെക്റ്റ് വിശുദ്ധന്മാരെ നമ്മുടെ സഭയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ബലഹീനതകൾ കാണിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ, ഞാൻ ഉദ്ദേശിക്കുന്ന ബലഹീനത എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ലൈംഗികമായ പാപങ്ങൾ ചെയ്തിട്ട് എല്ലാവരും അവരുടെ ബലഹീനത എന്ന് പറയുന്നുണ്ട്. ഈ ബലഹീനത എന്ന് പറഞ്ഞ ഉടനെ അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കും. ഞാൻ പറഞ്ഞ ഇമ്മോറൽ സിൻസിനെ കുറിച്ചല്ല. അതല്ലാതെ തന്നെ പലതരം ബലഹീനതകൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ഈ ബലഹീനതകൾ ഒരു മനുഷ്യനിൽ കാണുമ്പോൾ, അവന്റെ പെരുമാറ്റത്തിൽ വൈകല്യങ്ങൾ കാണുമ്പോൾ അവനെ ഉടനെ കട്ട് ചെയ്ത് കളയുമല്ല നമ്മൾ ചെയ്യുന്നത്. ദൈവം അവനെ തേജസ്സോടെ ഒരു ദിവസം സ്വർഗത്തിൽ നിർത്തുമെന്നുള്ള പ്രത്യാശയോടുകൂടി നമ്മൾ അവനോട് ഇടപെടുകയാണ് വേണ്ടത്. നീതീകരിക്കുന്നവൻ ദൈവമാണ്, കുറ്റം വിധിക്കുന്നവൻ ആർ? അപ്പൊ ഒത്തിരി ഇംപെർഫെക്റ്റ് വിശുദ്ധന്മാർ നമ്മുടെ സഭകളിൽ ഉണ്ടാവും. അവരെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരോട് നമ്മൾ കരുണ കാണിക്കുകയും കർത്താവ് അവരെ സ്നേഹിക്കുന്നു നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ വിധിയുടെ ത്രാസ് വെച്ചല്ല കർത്താവ് അവനെ കാണുന്നതെന്നും. അപ്പൊ പലപ്പോഴും ഞാൻ വളരെ വേദനയോടെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ സഭകളിൽ തന്നെ മറ്റൊരാളെ അക്യൂസ് ചെയ്ത് അയാൾ ശരിയല്ല എന്ന് പറയാനുള്ള ആ പ്രവണത ഈ പെന്തക്കോസിനകത്ത് ഭയങ്കര കൂടുതലാണ്.
നമ്മൾ വളരെ പെട്ടെന്നാണ് ആളുകളെ അനലൈസ് ചെയ്തിട്ട് അവൻ ശരിയല്ല കേട്ടോ, അവനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നത്, നമ്മൾ ശരിയാണ് എന്നൊരു ധ്വനി അതിനകത്ത് അന്തർലീനമാണ്. ഈ കുറ്റം പറയുന്ന ആ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആളുകളെ വിധിക്കുന്ന, മാറ്റി നിർത്തുന്ന, ദൈവം നീതീകരിച്ചവരെ, ദൈവം സ്നേഹിക്കുന്നവരെ മാറ്റി നിർത്തുന്ന ആ ഒരു സ്വഭാവം, ഓക്കെ, അത് ഈ പെന്തക്കോസ്തിനിടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയുള്ളതായിരിക്കണം. കാരണം ദൈവം കോടതിയിൽ ജഡ്ജി ആയിരുന്ന് ഒരുത്തനെ ഫ്രീ, നീതിമാൻ എന്ന് പ്രഖ്യാപിച്ച് വിട്ടു കഴിയുമ്പം നമ്മൾ അവന്റെ പുറകെ നടന്ന് അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നടക്കുന്നത് ദൈവനിന്ദയാണ്, ദൈവത്തിനെതിരാണ്. അതുകൊണ്ടാണ് നമ്മളോട് എല്ലാവരോടും ക്ഷമിക്കാനും കരുണ കാണിക്കാനും കർത്താവ് ആവശ്യപ്പെടുന്നത്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. അപ്പോൾ സഭയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാകണം. സഭയുടെ സക്സസ് ആണ്. സഭ സക്സസ്ഫുൾ ആണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? സഭ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നടക്കുന്നുണ്ടെന്ന് അറിയുന്നത് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സഹോദരങ്ങൾ സഭയിലേക്ക് വരുമ്പോഴാണ്. കാരണം ദൈവം അവരെ ട്രീറ്റ്മെന്റിന് വിടുന്നതാണ്. അവരെ ട്രീറ്റ് ചെയ്യാൻ നമുക്കേ പറ്റുള്ളൂ. നമ്മളെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അവരെ കുറ്റം വിധിച്ച് ഓടിക്കുകയല്ല വേണ്ടത്. ഓക്കെ, ദൈവം തെരഞ്ഞെടുത്തവരാർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ ശരിക്കും നമ്മുടെ ഫെയ്ത്തിന്റെ അടിസ്ഥാനം, പ്രത്യാശയുടെ അടിസ്ഥാനം, തേജസിന്റെ അടിസ്ഥാനം എല്ലാം യേശു ക്രിസ്തുവിന്റെ പക്ഷപാതമാണ്. ഈ പക്ഷപാതം എന്ന വാക്കും പക്ഷവാദം എന്ന വാക്കും രണ്ടും രണ്ടാണ് കേട്ടോ. മലയാളത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പല ആൾക്കാരുണ്ട്. പക്ഷപാതമല്ല, പക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്തോ പാർഷ്യാലിറ്റി. പക്ഷവാദം എന്ന് പറഞ്ഞാലോ നമ്മുടെ പക്ഷം ചേർന്ന് വാദിക്കുക. പക്ഷവാദം. പക്ഷപാതം രണ്ടുപേരോട് രണ്ട് രീതിയിൽ പെരുമാറുക, അതിനെയാണ് പക്ഷപാതം എന്ന് പറയുന്നത്. പക്ഷവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് വാദിക്കുക. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നൊരു വാക്യമുണ്ട്, എബ്രായ ലേഖനം 7:25. അത് ഈ വാക്യവുമായിട്ട് ബന്ധമുള്ളൊരു വാക്യമാണ്. നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 7:25 എന്താ പറയുന്നത്? അതുകൊണ്ട് താൻ മുഖാന്തിരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുത്തനെ വിളിച്ച് നീതീകരിച്ചു കഴിഞ്ഞാൽ, ഒരുത്തനെ മുൻ നിയമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവനെ ക്രിസ്തുവിന്റെ അടുത്ത് തേജസ്സോടെ നിർത്തുവാൻ, പിതാവിന്റെ മുമ്പിൽ നിർത്തുവാൻ, പൂർണ്ണമായി അവരെ രക്ഷിപ്പാൻ ഈ പുത്രന് പ്രാപ്തിയുണ്ട്. അതുകൊണ്ടാണ് അവനെ രക്ഷകൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുന്നതെന്ന് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ താൻ സദാ ജീവിക്കുന്നവനാകയാൽ. അപ്പൊ എനിക്ക് വേണ്ടി എപ്പോഴും പക്ഷപാതം ചെയ്യാൻ പിതാവിന്റെ അടുത്ത് പുത്രനുണ്ട്. അവിടെ പുത്രൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോഴാണ് ഇവിടെ എൻ്റെ സഹോദരന്മാര് എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടത്? ഞാൻ എൻ്റെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആരും നടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ആ ശ്രദ്ധപ്പെട്ടാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് അതല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഒരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുമ്പം അവന് വേണ്ടി പിതാവിന്റെ അടുത്ത് പുത്രൻ വാദിച്ചുകൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കി. അപ്പോ ഈ മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ അതേ കുറ്റവാളിയിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള വാദം, പക്ഷവാദം സ്വർഗത്തിൽ പുത്രൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള സ്വഭാവമുള്ളവരായിരിക്കണമെന്നാണ് പുത്രൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം. ഓക്കെ, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ അടിസ്ഥാനമായ രണ്ടാണകളുമുണ്ട്. ഒന്ന്, അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ യാഗം. അവൻ പുനരുത്ഥാനം ചെയ്തുവെങ്കിൽ നമ്മൾ ഇത്തിരി മുമ്പ് വായിച്ച പോലെ, 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വായിച്ച പോലെ, അവന്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളും ഉറപ്പായിട്ടും പുനരുത്ഥാനം പ്രാപിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ എനിക്ക് വേണ്ടി ഒരിക്കലും തീരാത്ത പക്ഷപാതം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുൻ നിയമനം അതിന്റെ ബേസിസിലാണ്. നമ്മുടെ തേജസ്കരണം ക്രിസ്തുവിന്റെ പക്ഷപാതത്തിന്റെ ബേസിസിലാണ്.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാനുള്ള സാധ്യത, പക്ഷപാതം ചെയ്താൽ കേൾക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. കാരണം എനിക്ക് തന്നെ സ്വന്തമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ആക്സസ് ഉള്ള ആളല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ദൈവത്തിനിടയിൽ മീഡിയേറ്റർ അല്ല. ഞാൻ പക്ഷപാതം ചെയ്താൽ ദൈവം കേൾക്കാൻ പോകുന്നില്ല. നമ്മൾ ആര് പക്ഷപാതം ചെയ്താലും, വേറെ ആൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്താലും ദൈവം കേൾക്കില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മോശയും ഏലിയാവും വന്ന് ഈ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്താലും കേൾക്കുകയായിരുന്നു. നമ്മുടെ പക്ഷം നിന്ന് വാദിക്കാൻ നമ്മളും പോക്കാണല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ വേറൊരാളുടെ പക്ഷം നിന്ന് വാദിക്കുന്നത്? പക്ഷെ കർത്താവ് യേശുക്രിസ്തു എന്ന പിതാവിനോട് എനിക്ക് വേണ്ടി വാദിക്കുവായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ചേസിനെ പിതാവെ നീ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് യേശു കർത്താവ് എന്ന് പിതാവിനോട് പറഞ്ഞാൽ എൻ്റെ റിസൾട്ട് എന്തായിരിക്കും? പിതാവ് പറയില്ല എന്ന് പറയുമോ? ഇല്ല, ഒരിക്കലും പറയില്ല. പുത്രനെ ഒരിക്കലും പിതാവ് നിഷേധിക്കുന്നില്ല, ഒരിക്കലും നിഷേധിക്കുന്നില്ല. അവൻ പിതാവിന് മുമ്പിൽ വിളിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ത്രൂ ആണ്. ഒരെണ്ണം പോലും തള്ളിക്കളയപ്പെടുന്നില്ല. എല്ലാ പ്രാർത്ഥനകളും ത്രൂ. അപ്പൊ എൻ്റെ വിശ്വാസവും പ്രത്യാശ എല്ലാം ഈ പുത്രൻ എന്ന മധ്യസ്ഥൻ എനിക്ക് കർത്താവിൻ്റെ അടുത്തുണ്ടല്ലോ എന്നുള്ളതാണ്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു മധ്യസ്ഥൻ കർത്താവിൻ്റെ പിതാവിൻ്റെ അടുത്ത്? സദാ ജീവിക്കുന്ന ഒരു മധ്യസ്ഥൻ, നമ്മളെ പൂർണ്ണമായും രക്ഷിക്കാൻ കഴിവുള്ള ഒരു മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥൻ നിങ്ങൾക്കുണ്ടോ? നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്ന മധ്യസ്ഥന്റെ മേലാണ്. അത് നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ചുറ്റും ദൈവം തരുന്ന സഹോദരങ്ങളെ കുറിച്ചും നമ്മൾ ഇത് ഉറച്ചിരിക്കുന്നു. അവനെ രക്ഷിക്കുവാൻ പ്രാപ്തനായവനാണ് അവനെ വിളിച്ചിരിക്കുന്നത്. അതിനൊരു പക്ഷെ എന്നെ ഉപയോഗിച്ചേക്കാം അതിൻ്റെ ഏതെങ്കിലും ഒരു ഘടകം പൂർത്തിയാക്കാൻ. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ. അപ്പൊ ലോകത്തിലുള്ള യാതൊന്നിനും നമ്മെ ഈ ഒരു ദൈവിക തീരുമാനത്തിൽ നിന്നും നമ്മളെ വേർതിരിക്കാൻ സാധിക്കില്ല. ഒരു വസ്തുവിനും. അതാണ് ദൈവത്തിന്റെ നിർണയങ്ങളുടെ പ്രത്യേകത. ഗോഡ്സ് ഡിക്രീസ് എന്ന് പറയും. വെൻ ഗോഡ് ഡിക്രീസ്, അതായത് അവന്റെ ആജ്ഞകൾ കല്ലേ പിളർക്കുന്ന ആജ്ഞകളാണ്. അവന്റെ രക്ഷ അതുപോലെയുള്ള ഒരു ആജ്ഞയാണ്, അതൊരാണയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുമ്പോൾ അതൊരാണയായിട്ടാണ് കാണുന്നത്, വാഗ്ദത്തം. ഓക്കെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇതിന്റെ ലിസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാത്ത മരണമുണ്ട്, ദാരിദ്ര്യമുണ്ട്, അല്ലാതെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്ന പോലെയുള്ള സഫറിങ് ഉണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്. ഇതിനൊന്നിനും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മളെ അകറ്റാൻ സാധിക്കില്ല. കാരണം അതൊരു എറ്റേണൽ റിലേഷൻഷിപ്പാണ്, എന്നേക്കുമുള്ളൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ നമുക്ക് സംഭവിക്കുന്ന യാതൊരു കാര്യത്തിനും ഇടയാവുകയില്ല. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിനൊന്നിനും നമ്മളെ പുത്രനിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കില്ല. ഇനി അടുത്തത്, അപ്പോൾ ഇത്രയും വലിയ കഷ്ടതകൾ വന്നിട്ട് പൗലോസ് പറയാണ്, എഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്: എൻ്റെ നിമിത്തം നിന്റെ നിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടി ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പുത്രന്റെ പക്ഷപാതം നടക്കുമ്പോൾ ഭൂമിയിൽ നമ്മുടെ അവസ്ഥ അതല്ല. ഭൂമിയിലുള്ള നമ്മുടെ അവസ്ഥ എന്തോ? ഇപ്പൊ നിങ്ങൾ നമ്മുടെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. വളരെ പെട്ടെന്ന് അവസ്ഥകൾ മാറും. പൗലോസിന്റെ അവസ്ഥ എന്തായിരുന്നു? പൗലോസ് പറയാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, കൊന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പെയിനാണ് ഞങ്ങൾ ഇതിൽ ഇവിടെ അനുഭവിക്കുന്നത്. ആപത്ത്, നഗ്നത, വാള്, ഇടവിടാതെ കൊല്ലുക എന്ന് പറയുന്നത് അർത്ഥം എപ്പോഴും മരണമുഖത്തിന്റെ കീഴിലായിരിക്കത്തക്ക രീതിയിലാണ് ഞങ്ങളുടെ ഈ ലോകത്തിലെ അവസ്ഥ. 1 കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് അതിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴും മരണത്തിന്റെ മുമ്പിൽ. 2 കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് 8-9 വാക്യം, 1 അദ്ദേഹത്തിന്റെ 8-9 വാക്യം: സഹോദരന്മാരെ, ഏഷ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോൾ ഭയങ്കര കഷ്ടത. പക്ഷെ ഈ ശക്തിക്ക് മീതെ
പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവം നമ്മുടെ ശക്തിക്ക് അപ്പുറത്തൊരു പരീക്ഷണം നമുക്ക് തരികയില്ല എന്നല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ലേ? നമുക്ക് പറ്റാത്ത കഷ്ടം നമുക്ക് ദൈവം തരികയില്ല. ഇന്ന് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് പൗലോസിന് എന്താ കിട്ടിയിരിക്കുന്നത്? അവന്റെ ശക്തിക്ക് മീതെ അത്യന്തമുള്ള ഭാരം. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അപ്പൊ ജീവനോടിരിക്കുമോ എന്നുള്ള നിരാശ ഒരാൾക്ക് വരണമെങ്കിൽ അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. ഒരു ആത്മീക പോരാട്ടമാണ്. നമുക്ക് ജീവനോടിരിക്കാതെ വരുമോ എന്നുള്ള നിരാശ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് അങ്ങനെ ഉണ്ടാവുമോ? ജീവനോടിരിക്കുമോ എന്നുള്ളൊരു നിരാശ. മരിച്ച് സ്വർഗത്തിൽ പോകാനല്ലേ പൗലോസ് തന്നെ ആഗ്രഹിക്കുന്നത്, അല്ലെ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയം. അതേ മനുഷ്യൻ തന്നെ പറയുന്നല്ലേ, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത്ര അതിനപ്പുറത്തുള്ള ഒരു പെയിൻ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ശരിക്കും ആ വിശ്വാസം എനിക്ക് എന്തുമാത്രം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ അപ്പുറത്തുള്ള പരീക്ഷണത്തിലൂടെയാണ് പൗലോസ് പോകുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകലാൻ വേണ്ടിയല്ല, കൂടുതൽ അടുത്തടുത്ത് ചെല്ലാൻ വേണ്ടിയാണ്. അടുത്ത വാക്യം പറയാണ്, അത് ഞങ്ങളിലല്ല, മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. ഞങ്ങളുടെ എല്ലാ കൺട്രോളും ദൈവം വലിച്ചു പറിച്ചെടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പൗലോസ് പറയാണ്, മരിച്ചവരെ ഉയർപ്പിച്ചോടും ദൈവം എന്നുള്ള ഒരു ആശ്രയം. അപ്പൊ ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഈ ഒരു വാക്യത്തിന് ഒരു ഇത്തിരി ആഴമുള്ളൊരു അർത്ഥമുണ്ട്. അതായത് നമുക്ക് ചുമ്മാ കസേരയിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ എഴുന്നേൽപ്പിക്കും, ഞാൻ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ അങ്ങനെ മരണനിഴലിലൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും ഫെയ്ത്തിന്റെ പരിശോധന. ഇപ്പൊ ഞാൻ മരണത്തെ ഫേസ് ചെയ്യാത്തൊരു സന്ദർഭത്തിൽ ചുമ്മാ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു, എനിക്ക് കർത്താവിൻ്റെ അടുത്ത് പോകുന്ന ഇഷ്ടം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ ആ നിരാശ തോന്നുന്ന സമയത്ത്, എന്തിനു വേണ്ടി നിരാശ തോന്നുന്നത്? ഞങ്ങളിലല്ല, ഞങ്ങൾ കർത്താവിനെ നോക്കിയിട്ട് പറയാം, കർത്താവ് ആകെയുള്ള പ്രത്യാശ മരിച്ചവരെ ഉയർപ്പിക്കുന്ന നിന്നിൽ മാത്രമാണ് എന്ന് ആ മരണനിഴലിന്റെ താഴ്വരയിൽ പറയുമ്പോഴാണ് ഇതിന് ബലം. ആ ബലം ഇവർ ധരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? കർത്താവ് മരണനിഴലിന്റെ താഴ്വരയിലൂടെ അവരെ പരീക്ഷിച്ചത്. അവിടെ വെച്ചാണ് പൗലോസ് ബലം ധരിക്കുന്നത്. മരിച്ചാലും സാരമില്ല, പുനരുത്ഥാനം ചെയ്യിപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവമാണല്ലോ, അവനാണല്ലോ നമുക്ക് വേണ്ടിയുള്ള പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ ഈ വക കാര്യങ്ങൾക്കൊന്നും സാധിക്കില്ല എന്ന് പൗലോസ് നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നില്ല. അപ്പോൾ അതൊരു എഴുത്താണ്, അത് ലിഖിതമാണ്, അതൊരു കോപ്പി, അതൊരു കൊട്ടേഷനാണ്. അപ്പോൾ ഇതൊരു എഴുതി തന്നിരിക്കുന്ന പോലെയാണ് ഈ കൊലപാതകം, ഈ അനുനിമിഷ മരണം ദൈവം എഴുതി തന്നൊരു അവകാശം പോലെയാണ്. അവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നു നോക്കി, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ഇത് തന്നെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് വളരെ കഷ്ടതയിലൂടെ മരണത്തിന്റെ അനുഭവത്തിലൂടെ ഓരോ നിമിഷം പോകുമ്പോഴും, മൃഗയുദ്ധത്തിലൂടെ പോകുമ്പോഴും, ആളുകളുടെ നിന്ദയും പരിഹാസവും അനുഭവിക്കുമ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ സുവിശേഷ വേലയിൽ ഞാൻ ഇന്നലെ ഒരു സഭയിൽ സംസാരിക്കുകയും ചെയ്ത വിഷയം ഇത്. ഇപ്പം എനിക്കൊന്നും സംബന്ധിച്ച് എനിക്ക് വലിയ കഷ്ടതകളൊന്നും ഇല്ല സുവിശേഷ വേലയിൽ. ആരും അങ്ങനെ എന്നെ നിന്ദിക്കുന്നതായിട്ട് അവമാനിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ പൗലോസിന് അങ്ങനെ ഒരു ആശ്വാസം പോലും ഒരിക്കലും കിട്ടിയിട്ടില്ല. പൗലോസിനെ കൊരിന്ത് സഭയൊക്കെ വെറും ഒന്നുമില്ലാത്തവനായിട്ട് ട്രീറ്റ് ചെയ്തു. ഏഷ്യയിൽ ആൾക്കാരെല്ലാം പൗലോസിനെ വിട്ടിട്ട് പോയി. ഒരു ബഹുമാനവും കിട്ടിയിട്ടില്ല പൗലോസിന്. അപ്പോസ്തലൻ എന്നുള്ള രീതിയിൽ അത്ര അത്ഭുതങ്ങൾ ചെയ്ത ആളെ അവർ ബഹുമാനിക്കുകയല്ല ചെയ്തത്, പലരും നിന്ദയിലൂടെ കടന്നു പോയാൽ. അപ്പൊ ശരിക്കും ഈവൻ ആത്മീകമായിട്ട് ഒന്ന് ഞെളിഞ്ഞിരിക്കാൻ കർത്താവ് പൗലോസിനെ അനുവദിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇറ്റ് വാസ് ബ്രോക്കൺനെസ് ഫ്രം ഓൾ അറൗണ്ട്. ഒരു നല്ല വാക്ക് പോലും പറയാൻ ആരും ഇല്ലാത്ത അവസ്ഥയിൽ
തകർക്കപ്പെട്ടൊരു സ്റ്റേജിലാണ് പൗലോസ് ശുശ്രൂഷിച്ച മുഴുവൻ. അപ്പൊ ഇവൻ കൊരിന്ത് സഭയിൽ പോലും ഭയങ്കര എതിർപ്പുകളും ഒബ്ജക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പൊ പൗലോസ് പറയാണ്, ഇതിന്മേലെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കണമെങ്കിൽ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമുണ്ട്, അവൻ ഞാൻ മരിച്ചു പോയാൽ എഴുന്നേൽപ്പിച്ചോളും എന്നുള്ള ഒരു ധൈര്യമാണ് ശരിക്കും ഈ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ. ഓക്കെ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നത്. അപ്പൊ നമ്മുടെ ജയം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ജയം കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലും നമ്മോട് അവൻ തന്ന സ്നേഹത്തിലുമാണ് ആ ജയം ഇരിക്കുന്നത്. അടുത്ത വാക്യം, മരണത്തിനോ ജീവനോ. അപ്പോൾ ഇത് വിശ്വാസത്തിലെ ജയമാണ്. ഇതാണ് ജയം. നമ്മൾ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ ജയം ഇതാണ്. മരിച്ചാലും കുഴപ്പമില്ല, ജീവിച്ചാലും കുഴപ്പമില്ല. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ദാറ്റ് മീൻസ് എനിത്തിങ്, ഇന്നുള്ളതോ നാളെ വരാൻ പോകുന്നതോ ആയ യാതൊന്നിനും എന്ത് ചെയ്യാൻ കഴിയില്ല? യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ദൂതന്മാർക്ക് സാധിക്കില്ല, സാത്താന് സാധിക്കുമോ? സാത്താന് സാധിക്കില്ല. വരാനുള്ള എന്തിനെങ്കിലും സാധിക്കുമോ നമ്മളെ വേർപിരിക്കാൻ? ഇല്ല. ഇപ്പോഴുള്ള എന്തിനെങ്കിലും നമ്മളെ കർത്താവിൽ നിന്ന് വേർപിരിക്കാൻ പറ്റുമോ? ഇല്ല. സ്വർപ്പൂരം ഈ കരാറിന് സാക്ഷി നിൽക്കും നെന്മനമേ, അല്ലെ? അത് നമ്മൾ സാധാരണ പാടുന്നത് സ്വർഗസ്ഥിനി ദമ്പതികൾക്ക് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ പാട്ടിനകത്ത് ഒരിക്കലും അഴിഞ്ഞു പോകാത്ത സ്വർഗത്തിലെ രക്ഷയുടെ കരാറിനെ കുറിച്ചാണ് ആ പാട്ട്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് സ്വർഗത്തിലുള്ളൊരു കരാറാണ്, ഒരു ഉടമ്പടിയാണ് ദൈവം നമ്മോട് തന്നിരിക്കുന്ന പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അതൊരിക്കലും ഒന്നിനാലും അഴിച്ചു മാറ്റപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ധാരാളമായ പ്രത്യാശയാൽ നടത്തപ്പെടുന്നത്. നമുക്ക് പ്രത്യാശ ഉണ്ടോ ഉള്ളില്? ഇത് ധാരാളമായ പ്രത്യാശയായിട്ട് മാറും. ഐ നോ ഐ ബിലോങ് ടു ദ ലോർഡ്. ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ദൂതന്മാർക്ക് പറ്റില്ല, ഒരു വാഴ്ചകൾക്കും പറ്റത്തില്ല, പിശാചിനും പറ്റില്ല, അധികാരങ്ങൾക്ക് പറ്റില്ല, ആർക്കും പറ്റത്തില്ല. ഓക്കെ, വരാനുള്ളതിനോ ഇപ്പോഴുള്ളതിനോ പറ്റത്തില്ല. ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ ലോകത്തിലുള്ള ഒന്നിനും, ആ ലോകത്തുള്ള ഒന്നിനും, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒന്നിനും ഈ ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ അത് എത്ര ഭയങ്കര ധൈര്യമാണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് ധൈര്യം പ്രാപിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഒരുപക്ഷെ കഷ്ടതയുടെ നടുവിലായിരുന്നുവെങ്കിൽ, നമ്മുടെ മുൻപിൽ പൗലോസ് അനുഭവിച്ച പോലെ മരണകരമായ അവസ്ഥകൾ അനുഭവിക്കുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ, നമുക്ക് ഈ വിശ്വാസം ഒരിക്കൽ കൂടി ഉറപ്പിച്ച് കിട്ടുമായിരുന്നു, പ്രത്യാശയാൽ ഉറപ്പിക്കപ്പെടുമായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മളിലേക്ക് ആശ്രയിക്കാൻ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രത്യാശ ബലഹീനമാണ്. പൗലോസ് പറയാണ്, ഞങ്ങളിലല്ല, മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കുമാറ് ഞങ്ങളിലുള്ള ആശ്രയങ്ങൾ പോകാൻ വേണ്ടി ദൈവം ഞങ്ങളെ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകാൻ അനുവദിച്ചു എന്നാണ്. അപ്പം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്രവൃത്തികളല്ല ആശ്രയിക്കുന്നത്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവിൻ്റെ കൃപയെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയും തേജസ് പ്രാപിക്കാൻ വേണ്ടിയും നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിനെ തന്നെയാണ്. ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന്. അപ്പൊ ഇവിടെ ഈ നമ്മൾ 8-ാം അധ്യായം അവസാനിക്കുമ്പം ഒരു പ്രത്യേകത ഉണ്ട്. 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ പൂർത്തിയാക്കി, കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും ഇനി ഇതിനകത്ത് കുറെ എക്സ്പ്ലനേഷൻസ് വരാനുണ്ട്. അത് 10-ാം അധ്യായത്തിൽ പൗലോസ് നൽകുന്നുണ്ട്, 9-ലും 10-ലും. എന്നാൽ 9-ലും 10-ലോ നൽകുന്നത് യഹൂദന്മാർക്കുള്ളൊരു മറുപടി ആയിട്ടാണ്.
പക്ഷേ അതിനകത്ത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഒത്തിരി സത്യങ്ങൾ ഇനിയും നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് പഠിക്കുവാൻ ബാക്കിയുണ്ട്. പക്ഷെ 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: സ്നേഹമാണ് ദൈവത്തിന് നമ്മളോട്. ഒറ്റ കാര്യത്തിൽ അതിനെ വിശദീകരിച്ചാൽ, ദൈവത്തിന് നമ്മോടുള്ള ബന്ധം എന്ന് പറയുന്നത് അവൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം അൺകണ്ടീഷണലാണ്. നമ്മൾ നല്ലവരായിട്ട് കണ്ടതുകൊണ്ടല്ലായിരുന്നു. നമ്മുടെ ശത്രുക്കളായി കണ്ടപ്പോൾ തന്നെയാണ് അവൻ നമ്മളെ സ്നേഹിച്ചത്. ആ സ്നേഹമാണ് നമ്മളെ ബലവാന്മാരാക്കുന്നത്. ആ സ്നേഹമാണ് നമ്മെ ഇവിടെ നിർത്തുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. സ്നേഹത്താൽ നിർത്തപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ആർക്കും സാധിക്കില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ ലവ്. ക്രിസ്ത്യാനിറ്റി മുഴുവൻ ഈ സ്നേഹത്തിൻ്റെ ഒരു പൊതിയാണ്. നമ്മളെ സ്നേഹത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നമ്മളും അങ്ങനെ തന്നെയാണെന്ന്. നമ്മളെ സ്നേഹത്തിനകത്താണ് മക്കള്. അപ്പം മക്കളെന്ന് പറയുമ്പോൾ അപ്പനും അമ്മയ്ക്കും നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അമ്മ എന്നുള്ളൊരു പിക്ചർ ഇല്ല അവിടെ. ഞാൻ പറഞ്ഞ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു. അപ്പൊ പിതാവിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മളെ ഇതിനകത്ത് നിലനിർത്തുന്നത്. അതിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ആരെയെ കൊണ്ടും കഴിയത്തില്ല. അത്ര ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മളിൽ നിന്നും ഒഴുകുന്ന ജീവജല നദി എന്ന് പറയുന്നത്. ഈ ജീവൻ പ്രകടമാകുന്നത് നമ്മുടെ സ്നേഹത്തിലൂടെയാണ്. വിശ്വാസം മുഴുവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പാപികളോട് ദൈവം കാണിച്ച മഹാകരുണയാണ്. ആ മഹാകരുണയാണ് ദൈവത്തിൻ്റെ സ്നേഹം. എന്നോട് കാണിച്ച മഹാകരുണ. ഇത് റോമാലേഖനം 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ഒരു പാക്കേജ് നമ്മൾ പൊട്ടിച്ചു നോക്കി. അതിനകത്തുള്ള കുറേയൊക്കെ നമ്മൾ പറക്കിയെടുത്തു. ഇനി ഇതൊന്നും കൂടെ വ്യാഖ്യാനിച്ചാൽ വേറൊരു രീതിയിൽ നമുക്ക് ഇതിനേക്കാൾ ആഴമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം. നമുക്ക് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ദൈവം ആയുസ് തരുവാണെങ്കിൽ വീണ്ടും നമ്മൾ ഈ റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. ഇതിപ്പം 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ റോമാലേഖനത്തിലൂടെ കയറി ഇറങ്ങുന്നത്. ഇനിയും അനേകം പ്രാവശ്യം ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ദൈവം അനുവദിക്കുന്നിടത്തോളം നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നിൽ നിന്നും നമ്മളെ വേർപിരിക്കാൻ സാധിക്കില്ല. ഇനി 9, 10, 11 ഈ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ ഒരു സെക്ഷനാണ്. ഇനി 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേലിന് എവിടെയാണ് പരാജയം സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാം. കാരണം ഓരോ സമയത്തും നമ്മൾ സ്വയനീതി വർദ്ധിക്കുമ്പോൾ നമ്മൾ ഇസ്രായേൽ മക്കളുടെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. ഇപ്പൊ പെന്തക്കോസ്തുകാർ ഏതാണ്ട് ഇസ്രായേൽ മക്കളെ പോലെയാണ്. ക്രിസ്തുവിന് അവർക്ക് വലിയ ആവശ്യമില്ലാത്ത, അത് ഏത് സമയത്തും നമുക്ക് ഇസ്രായേലിന്റെ ഒരു സ്വഭാവം ഉണ്ടാകാം. അത് ഞാൻ പറയുന്ന ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടാവുക എന്നുള്ളതിനേക്കാളും ഒരു സമൂഹത്തിന് അങ്ങനെ ആയി മാറാൻ പറ്റും. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ദൈവത്തെ എങ്ങനെയാണ് നന്മ ചെയ്ത് ദൈവത്തിനെതിരെ നിൽക്കുന്നതെന്ന് ഇസ്രായേൽ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ട് ദൈവത്തിന് എതിരാളിയായി മാറുന്നത് എങ്ങനെ? ന്യായപ്രമാണം കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കർത്താവിൻ്റെ എതിരാളിയായി മാറുന്ന മതം എന്താണ് എന്നാണ് 9, 10, 11 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് 8-ാം അധ്യായത്തിൻ്റെ പഠനം അവസാനിപ്പിക്കുകയാണ്. 9-ാം അധ്യായം നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 9, 10, 11 അധ്യായങ്ങൾ ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിലേക്ക് നമുക്ക് അടുത്ത ആഴ്ചയിൽ കടന്നു വരാം. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.